സാറേ, ഇനി അടുത്ത ആഴ്ച തന്നെ കേരളത്തിൽ BJPയുടെ പുതിയ പ്രസിഡന്റ് വരും. 15-ന് മുൻപ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട്, വനിതാ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. പഴയ പ്രസിഡന്റിനെ തന്നെ നിലനിർത്തുമെന്ന് പറയുന്നു. എന്തായാലും അതിനെക്കുറിച്ചുള്ള എന്താണ് സാറിൻ്റെ പ്രതീക്ഷ? എങ്ങനെയുള്ള പ്രസിഡന്റ് ആയിരിക്കും വരുന്നത്? അല്ല, മാറ്റം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതിനകത്ത് അതൊരു മാറ്റം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ടാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം വളരെ തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പലരുടെയും പേരുകൾ മുമ്പോട്ട് വന്നു. ഇതിനകത്ത് സുരേന്ദ്രനെ എന്തായാലും മാറ്റി നിർത്തും. സുരേന്ദ്രനൊരു പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കുന്നതൊന്നും അല്ല. സുരേന്ദ്രൻ്റെ കാലാവധി കഴിയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഏറെ സാധ്യത പലരുടെയും പേര് പറയുന്നുണ്ട്. ഇപ്പോൾ MT രമേശൻ്റെ പേര് പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് അതിനിടയ്ക്ക് പറഞ്ഞു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലോട്ട് വന്ന് അങ്ങനെ ഒതുങ്ങി നിൽക്കാൻ താല്പര്യമില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ അങ്ങനെ ആകാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം ഇവിടെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഡൽഹി കേന്ദ്രീകരിച്ചും ഒക്കെയുള്ള പ്രവർത്തനമായിരിക്കുമല്ലോ പോകുക, ചെന്ന് കഴിഞ്ഞാലും. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായാൽ കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുമോ എന്ന് അദ്ദേഹത്തിനൊരു സംശയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് നിരസിച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ. ഇപ്പോൾ ആദ്യ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല എന്നായിരുന്നു പറഞ്ഞതെന്ന്. പക്ഷേ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിക്കേണ്ടി വന്നു. ആദ്യം അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ പേര് വന്നപ്പോൾ തന്നെ തിരുവനന്തപുരത്തുള്ള പലരും പറഞ്ഞു, അയ്യോ ഇത് ആരാണ്, രാജീവ് ചന്ദ്രശേഖരൊന്നും ജയിക്കില്ല, തരൂരിൻ്റെ മുമ്പിലൊന്നും ആരുമല്ല എന്നൊക്കെ പറഞ്ഞു. തരൂരിൻ്റെ മുമ്പിലല്ല, തരൂരിനേക്കാൾ മുമ്പിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയപ്പോൾ അല്പം വൈകിപ്പോയി. അത് പിന്നെ തീരദേശത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ BJPക്കും അതിൻ്റേതായ വീഴ്ച പറ്റി. കാര്യങ്ങൾ ധരിപ്പിക്കണമല്ലോ. തീരദേശ പ്രദേശത്തെ വോട്ടാണ് എപ്പോഴും മാറുന്നത്. അതാണ് ഈ 25,000 വോട്ടിന് മുൻപന്തിയിൽ നിന്നപ്പോഴും BJP കേന്ദ്രങ്ങളിൽ ആഹ്ലാദമില്ലായിരുന്നല്ലോ. തീരദേശം എണ്ണട്ടെ എന്ന് പറഞ്ഞു. പണ്ട് O രാജഗോപാൽ ഇതുപോലെ 25,000 വോട്ടിൻ്റെ ലീഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും BJP കേന്ദ്രങ്ങളിൽ നിന്ന് ആഹ്ലാദ പ്രകടനം തുടങ്ങിയതാണ്. തീരദേശം എണ്ണിക്കഴിഞ്ഞപ്പോൾ കൊടിയും മടക്കി തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അതാണ് ഇവരിനിയും ലക്ഷ്യമിടുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ സംസ്ഥാന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. MT രമേശ് എന്ന് പറഞ്ഞാൽ മുതിർന്ന, സുരേന്ദ്രനേക്കാളും മുതിർന്ന നേതാവാണ് MT രമേശ്. കോഴിക്കോട്ട് നിൽക്കുന്നു. അദ്ദേഹം ആറന്മുള മണ്ഡലത്തിൽ മത്സരിച്ചതാണ്. ലോക്സഭയിൽ 2019 നമ്മുടെ വീണ ജോർജ് മത്സരിച്ചപ്പോൾ അതിനെതിരെ മത്സരിച്ചതാണ്. വീണ ജോർജ് 2016 നിയമസഭയിലേക്ക് വരുന്നത്. അതിനുശേഷം 2019 ലോക്സഭയിലേക്ക് നിർത്തി എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ MT രമേശ് പലയിടങ്ങളിലും ഈ പറഞ്ഞതുപോലെ മത്സര രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് MT രമേശിനെ പരിഗണിക്കണം എന്നുള്ളത്. പിന്നെ അതുപോലെ കൃഷ്ണദാസിൻ്റെ പേര്, ഇങ്ങനെ നിരവധി പേര് പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ്. അവിടെയാണ് BJP കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നത്. രണ്ട് കാര്യങ്ങളാണ് നിൽക്കുന്നത്. ഒന്നുകിൽ രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ MT രമേശോ ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര സഹമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമുണ്ട്. അതല്ല, ഈ രാജീവ് ചന്ദ്രശേഖരൊന്നും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ഇവിടെ കൊണ്ടുവരിക. ശോഭാ സുരേന്ദ്രനെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളം മുഴുവൻ ഇളക്കി മറിക്കും. അത് ഉറപ്പായ കാര്യമാണ്. നമ്മൾ കണ്ടതല്ലേ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 2016, പിന്നീട് 2019 ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ, പിന്നീട് 2024 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ, പിന്നീട് ഇതൊന്നും അല്ലാതെ തന്നെയും പലരുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് നോർത്ത് ഇന്ത്യയിലും ഒക്കെ പോയില്ലേ. പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ വരെ പോയില്ലേ. അങ്ങനെ ആരും ഒക്കെ തന്നെ സൃഷ്ടിക്കാൻ ശോഭാ സുരേന്ദ്രൻ അതിസമർത്ഥയാണ്.
വെറുതെ ഒരു കാപട്യമൊന്നും കാണിക്കുന്നതല്ല. മുൻപ് ഇത്തരം പേരുകൾ ശോഭാ സുരേന്ദ്രനെ പലതവണ പരിഗണിച്ചെങ്കിൽ അവസാന ഘട്ടം വെട്ടുന്ന ഒരു അവസ്ഥയാണല്ലോ. ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നന്നായിട്ട് മനസ്സിലാക്കി. ആറ്റിങ്ങൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാർട്ടിയുടെ വോട്ട് വർധനവ് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ലേ? ആർക്കും എവിടെ ഇരുന്ന് കാണാവുന്ന കാര്യമല്ലേ. ആലപ്പുഴയിൽ ഉണ്ടാക്കിയെടുത്ത് 2016 ഇവിടെ തന്നെ നോക്ക്, പാലക്കാട് തന്നെ നോക്ക്. ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ കൊണ്ട് നിർത്തി വിജയിപ്പിക്കണമായിരുന്നു. അവിടെ കൃഷ്ണകുമാറിൻ്റെ അവിടെ ഒരു പക്ഷമുണ്ട്. അതാണ് ഇവർക്കൊക്കെ വീഴ്ച പറ്റിയത്. ശോഭാ സുരേന്ദ്രനെ ഇറക്കി എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രനെ നിയമസഭയിൽ എത്തിക്കാമായിരുന്നു. അറിയാമോ? പാർട്ടിക്ക് വലിയൊരു കയറ്റമല്ലേ കിട്ടുന്നത്. അത് പിന്നെ 26 തെരഞ്ഞെടുപ്പിനെ അത് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് 15 സീറ്റ് 2026 കിട്ടിയിരിക്കും. 26 15 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ 2036 BJP കേന്ദ്ര നേതൃത്വം പറയുന്നത് കേരളം ഭരിക്കുമെന്ന്. വേണ്ട, അതിനു മുമ്പ് കേരളം ആര് ഭരിക്കണമെന്ന് 2026 BJP തീർച്ചപ്പെടുത്തും. സുരേന്ദ്രൻ അതിനു മുമ്പ് ഒരു 2021 ഒരഭിപ്രായം പറഞ്ഞല്ലോ, 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്നൊക്കെ. അന്ന് പലരും അത് സുരേന്ദ്രനെ പരിഹസിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ കാര്യങ്ങളുണ്ട്. അതുപോലെ 15 സീറ്റ്, ഈ 15 സീറ്റ് എന്ന് ഞാനിവിടെ പറയുന്നത് എന്തടിസ്ഥാനത്തിലെന്ന് ആരെങ്കിലും ചോദിക്കും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വോട്ടു വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. തിരുവനന്തപുരം തന്നെ നോക്ക്. തിരുവനന്തപുരം ജില്ല എത്രയോ ഇടങ്ങളിലല്ലേ വൻ വർധനവ് ഉണ്ടായിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് വരെ എത്തിക്കഴിഞ്ഞില്ലേ പാർട്ടി. വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ 60 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. ഇതൊക്കെ തന്നെ ഒന്നുകൂടെ ശക്തമാക്കി കഴിഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്ന ഇടമാണ്. എന്തായാലും 2026 തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതൃത്വം ഇവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉറപ്പായ കാര്യമാണ്. തൃശ്ശൂർ എങ്ങനെ സുരേഷ് ഗോപി എടുത്തു, അതുപോലെ കേരളത്തിലെ 15 മണ്ഡലങ്ങൾ BJP എടുക്കും. അത് ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും. മൊത്തം ഇടങ്ങളിലും ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഒരു മണ്ഡലം മുഴുവൻ, ഒരു പാർലമെന്റ് മണ്ഡലം മുഴുവൻ ഇളക്കി മറിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ കേരളം മുഴുവൻ ഇളക്കി മറിക്കാനായിട്ട് സാധിക്കും. ശോഭാ സുരേന്ദ്രൻ പ്രസംഗിക്കുന്നിടത്തൊക്കെ ചെന്ന് ചുമ്മാ ഈ ഒരു അർത്ഥവും ഒന്നുമില്ലാതല്ല സംസാരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പദ്ധതികളെക്കുറിച്ചൊക്കെ തന്നെ അവർ സവിസ്തരം പറയുന്നുണ്ട്. അറിയാമോ? അതൊന്നും ആരും പറയാത്തതാ. BJPയുടെ മറ്റ് നേതാക്കന്മാരൊന്നും പറയത്തില്ല. ഇവർ ഒരു സ്ത്രീയാണ്. ഈ ഓരോ മണ്ഡലത്തിലും കഷ്ടപ്പെടുന്ന വീട്ടമ്മമാരുടെ അവസ്ഥ ഇവർക്ക് നന്നായിട്ട് അറിയാം. പാലക്കാട് 2016 മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയിരുന്നതാണ്. ഇവർ അന്ന് നമ്മൾ തീർച്ചപ്പെടുത്തി 2016 ശോഭാ സുരേന്ദ്രൻ അവിടുന്ന് വിജയിച്ചു എന്നാണ് കണക്കൂട്ടി. അത്ര ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും. ഈ 14 മോദി അധികാരത്തിൽ വന്നു. അതിനുശേഷം എത്രയോ പ്രധാനമന്ത്രി പദ്ധതികളല്ലേ, വായ്പാ സൗകര്യങ്ങൾ, കുട്ടികൾക്ക് പഠനത്തിനുള്ള വായ്പ, കാർഷിക വായ്പ, വ്യവസായം. ഇതൊന്നും സാധാരണ ഒരു മനുഷ്യൻ അങ്ങോട്ട് ചെന്ന് ബാങ്കിൽ ചെന്ന് ചോദിച്ചാൽ അവരൊന്നും എടുത്ത് കൊടുക്കത്തില്ല. ബാങ്കുകാർ അവരെയൊക്കെ തന്നെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിട്ടുകളി. പക്ഷെ പാർട്ടി പിന്തുണ കൊടുക്കും. എത്ര കാര്യങ്ങളാണ് ആലപ്പുഴയിലെ അവിടെ സാധാരണക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ കേരളം പിടിച്ചെടുക്കാൻ പറ്റിയ ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെ തന്നെ പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകിൽ കേന്ദ്ര സഹമന്ത്രി, അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.